ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ ജയ്ഡൻകുട്ടൻ്റെ ബാപ്റ്റിസമാണ്. നമ്മളൊക്കെ എവിടെ സത്യമുണ്ടോ നമുക്ക് അങ്ങോട്ട് പോയേക്കാം. അവധിക്ക് വന്നിട്ടാണെങ്കിൽ സത്യം കൊണ്ടുകൊണ്ട് മാടുത്ത് കെട്ടത് കണ്ടോ, ജയ്ഡൻകുട്ടൻ എന്നെ മാംസം മുക്കുന്നില്ലെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഫോട്ടോകളെല്ലാം പിടിച്ചത് വളരെ ഭംഗിയാക്കുന്ന നമ്മുടെ എബിനെ കണ്ടോ, ചാഞ്ഞും ചെരിഞ്ഞും കിടന്നും ഏരുന്നും എങ്ങനെ വേണേലും ഫോട്ടോ പിടിക്കും. അത് എന്തുമാത്രം ഭംഗിയാണെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ഫോട്ടോ തന്നെയാണ് ഈ വരുന്നതെന്ന് നമ്മൾ ഓർക്കും. കണ്ടോ, ആങ്കറിങ് അടിച്ച് തകർക്കുകയാണ് നമ്മുടെ സ്വർണ്ണമ്മക്കുട്ടി, അപ്പനും അമ്മയും. ഇതാണ് നമ്മുടെ കഥാനായകനും നായിക. ഇതുകൊണ്ടോ ഒരുമയുണ്ടെങ്കിൽ ഓരോ കൊലക്കമേലും കടക്കാം എന്ന് പറഞ്ഞ് ചേട്ടനും ഇനി യൂണിഫോം പോലെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി ചേട്ടൻ്റെ ഫാമിലിയെ കാണണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് അറിയത്തില്ലല്ലോ ഇത് ആരൊക്കെയാണെന്ന്. ജയ്ഡൻകുട്ടനെ അങ്ങനെ ഒരുക്കുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതിൻ്റെ സാമഗ്രികളാണ് ഈ മേടിച്ച് വെച്ചിരിക്കുന്നത്. കർത്താവേ, എന്തുമാത്രം കാശുണ്ടെങ്കിലും ഒരു മാമോദിസ നടക്കും. എന്തായാലും നടന്നാലല്ലേ നമുക്ക് സത്യം കിട്ടുള്ളൂ. നമുക്ക് സത്യം കിട്ടണം, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരിക്കലേ എന്താ ഇതല്ലേ, എന്ത് പറയാനാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കയറിയാലാത്ത ഉടുപ്പാണെങ്കിലും ഞങ്ങൾ കുത്തിക്കയറ്റും. കാരണം പല ഉടുപ്പിടണം, അതാണല്ലോ അതിൻ്റെ ഒരു കളിയെ. നോക്കിക്കേ, ബിഹൈൻഡ് ദ കട്ടൻ കുറേ കളികൾ കളിക്കുമല്ലോ. വേണ്ടാത്ത ലിപ്സ്റ്റിക് ആണെങ്കിലും ആ കൊച്ചിൻ്റെ മുഖത്ത് മുഴുവൻ തള്ളിക്കയറ്റുന്ന അതിൻ്റെ അമ്മയെ കണ്ടോ. സ്റ്റീൽ ബോഡി ആയിട്ടിരിക്കുന്ന ആ കൊച്ചിൻ്റെ അപ്പനെ കണ്ടോ. എൻ്റെ കർത്താവ്, എന്തെല്ലാം കാണണം. ഇതുകൊണ്ടോ എൻ്റെ എല്ലാമില്ലാമായി നെഫ്യൂ അങ്ങനെ എന്നോടൊപ്പം എൻ്റെ ചേച്ചി. അയ്യോ, ഭയങ്കര സന്തോഷത്തിൻ്റേതായ നിമിഷങ്ങളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കിത് കൂടി ഒരു സന്തോഷമില്ല കേട്ടോ. ഇപ്പോൾ ഫോട്ടോകൾ എബിനങ്ങനെ അടിച്ച് മിന്നിക്കണം. എന്നാൽ പിന്നെ നമുക്ക് നിന്നേക്കാം സിംഗിൾ ഫോട്ടോ. എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഏഞ്ചൽ കണ്ടോ. അപ്പോൾ ഏഞ്ചലിൻ്റെ എന്തായാലും നമുക്കിതിനകത്ത് കയറ്റാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും കൊച്ചിനെ എടുത്തുള്ള ഫോട്ടോയാണ്. അപ്പം നമ്മളായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത്? ഇനി അതിനെ ഉരുട്ടി പരട്ടി കുറേ ഫോട്ടോ എടുക്കും, കൊച്ചു പിച്ച അടച്ച് അല്ലേ. അങ്ങനെ കുറേ സമയമായിട്ട് ഇതിങ്ങനെ എബിൻ മടുക്കുകയാണ്. ഇരിക്കുന്നോ ഏക്കുന്നോ നടക്കുന്നോ എന്ന് വേണ്ട. പിന്നെ അങ്ങോട്ട് ഫോട്ടോകൾ എടുത്ത് മരിക്കുക എന്നൊക്കെ പറയില്ല, അത് തന്നെ. കലാവല്ലഭനാന്ന് പറഞ്ഞാലൊന്നും പുള്ളി സമ്മതിക്കത്തില്ല. കാരണം നമ്മൾ ആണെന്ന് തെളിയിക്കണമല്ലോ. അങ്ങനെ ഞങ്ങളുടെ എല്ലാമായിരുന്നു ചേച്ചിയോടും ചേട്ടനോടും ഒക്കെ യാത്ര പറഞ്ഞിറങ്ങിയാണ്. നമ്മുടെ സെൻറ്റിമെൻറ്റ്സൊക്കെ നമുക്ക് തന്നെ സൂക്ഷിക്കാം. സന്തോഷമായിട്ട് പോട്ടെ. അപ്പം നമുക്ക് എല്ലാവരും കൂടെ കാറിൽ കയറി പള്ളിയിൽ ചെന്നു. കഥാനായികയുടെ അമ്മയുടെ കയ്യിലേക്ക് കൊച്ചിനെ കൊടുത്തു കേട്ടോ. ഇനിയും ചേട്ടത്തിയുടെ റോള് തീർന്നിട്ടില്ല, ഞാനിവിടെ ഉണ്ട് എന്ന് മറ്റും കണ്ടോ ചിരിയുമായിട്ട് നിൽക്കുന്നത്. അങ്ങനെ കൊച്ചിൻ്റെ ഉടുപ്പും പൂവും കായും ഒക്കെ ആയിട്ട് ചേച്ചിയും എൻ്റെ അനിയൻ്റെ കൊച്ചാണെന്നുള്ള ഗമയിൽ ചേട്ടനും അങ്ങനെ നീങ്ങിയാണ്. ഇതാണ്ടേ നമ്മുടെ കഥാനായികയുടെ ചേട്ടത്തി അനിയത്തിയൊക്കെ അങ്ങനെ റെഡിയായി നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ. ഇത് കണ്ടോ, ഇങ്ങനെ കുറേ ഫോട്ടോകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ മെയിൻ കവാടത്തിൽ നിന്ന് പ്രാർത്ഥനയോടെ അകത്തേക്ക് കയറാനായിട്ട് നിൽക്കുന്ന സീനാണ് എല്ലാവരും കൂടെ. ഇതെല്ലാം എൻ്റെ അവകാശമാണെന്നുള്ള മട്ടിലാണ് ചേട്ടൻ മുന്നേ പോകുന്നത്. വളരെ ശാന്തസ്വരൂപനായ ദൈവാരൂപിയുള്ള ഒരു അച്ഛൻ റിലേഷനാണ് കേട്ടോ. എൻ്റെ റിലേഷനല്ല, നെഫ്യൂവിൻ്റെ വൈഫിൻ്റെ റിലേഷൻ. അങ്ങനെ ആ അച്ഛൻ്റെ ആത്മീയത്വത്തിലാണ് ഈ മാമോദിസ നടന്നത്. മാമോദിസ തൊട്ടിയൊക്കെ റെഡിയാക്കിയിരിക്കുന്നതുണ്ടോ. ഒരിക്കലും പള്ളിയിൽ പോവുകയില്ലെങ്കിലും കൊള്ളാം, എല്ലാവരും പോകും കല്യാണത്തിനും മാമോദിസായ്ക്കും ഒക്കെ. അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ, അതൊന്നും നമുക്ക് പറയണ്ട. എന്തെങ്കിലും ആട്ടെ. അപ്പോൾ അങ്ങനെ ഓരോ ചടങ്ങുകളും കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ കൊച്ചിനെ ഈ കയറിയാലാത്ത ഉടുപ്പ് കുത്തി കയറേണ്ട വല്ല കാര്യമുണ്ടോ? ഇച്ചിരി വേറെ ലൂസായിട്ടുള്ള സമ്മതിക്കുകയില്ല. പാവം അതിനെ അങ്ങനെ ഈ കയറാത്ത ഉടുപ്പ് വലിച്ച് കയറ്റുകയാണ്. അങ്ങനെ ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു കണ്ടോ. തലയിൽ മുടി വെക്കുന്ന ചടങ്ങ് കുറേ ഉണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരേ ഒരു ശ്രദ്ധയുള്ളൂ, ഇനി എപ്പം നമ്മുടെ സത്യഹാളിലേക്ക് പോകും. അതാണല്ലോ മെയിൻ. നമ്മൾ അവധിക്ക് പോയാൽ സത്യ അങ്ങനെ അവസാന ആശീർവാദമായപ്പോഴേക്കും നമുക്കൊരു സമാധാനമായി. ആശീർവാദം കഴിഞ്ഞ് അച്ഛൻ്റെ ചിരി കണ്ടോ, എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞെന്നും പറഞ്ഞ് അച്ഛൻ്റെ റിലേഷനല്ലേ കൊച്ച്, ചാടി അതിനെയൊക്കെ എടുത്തു. പള്ളിയിൽ നേർച്ചയൊക്കെ ഇരിക്കുന്ന തിരക്കിലാണ് കഥാനായകനും കഥാനായികയും. അയ്യോ, ഇത് കണ്ടപ്പോഴാണ് എനിക്കൊരു സമാധാനം കേട്ടോ. വയറാണല്ലോ ഏറ്റവും വലിയ കാര്യമേ. അങ്ങനെ കേക്കൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി കൊണ്ടോടാം, ഒരു കേക്ക് തീറ്റിയിലായിരിക്കും കൊച്ചിനെയും കൊണ്ട്. കണ്ടോ, ആങ്കറിങ്ങിനുള്ള കൊച്ച് വന്നു കഴിഞ്ഞ് വീണ്ടും അടിച്ചങ്ങ് തകർക്കണമല്ലോ. വേണ്ടാത്ത കൊച്ചിനെ കേക്ക് കുത്തി കയറ്റുകയാണ്. അപ്പോൾ എല്ലാവരും കൊടുക്കുമ്പോൾ നമ്മളായിട്ട് എന്നത്തിനാണ് കുറയ്ക്കുന്നത്. ഞാനും ഓടി ചെന്ന് കൊടുത്തു.
കിട്ടിയതൊക്കെ പാഴാക്കാതെ ചുങ്ങാത്ത കയറിയിരുന്ന് അങ്ങ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നവരെയും കാണാം. ഈ കണ്ടോ, ഒരു പണിക്കും കൂടിയില്ലെങ്കിലും പ്രാർത്ഥനയ്ക്ക് വന്നില്ലെങ്കിലും ഫോട്ടോ പോസ്റ്റിങ്ങിന് വരും. ഈ വരുന്ന പുള്ളി ഉണ്ടല്ലോ, ഇപ്പം ലാൻഡ് ചെയ്തേ ഉള്ളെന്നുള്ള ആനമുട്ട നുണയായിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. ഇത് കണ്ടോ, രണ്ടുപേര് താടിക്ക് കൈയും കൊടുത്തിരിക്കുക. പ്രാർത്ഥനയ്ക്കും വന്നില്ല, ഒന്നിനും വന്നില്ല. തീറ്റ അവിടെ വിളമ്പാൻ തുടങ്ങിയേ അപ്പോൾ അതിന് കൃത്യസമയമായപ്പോൾ വന്നു. കണ്ടോ, ചിലർ ഈ പുള്ളിയൊക്കെ ഉണ്ടാവും, എന്താണെന്നോ എൻ്റെ ഫോട്ടോ ഇട്ടുതരാം, മാട്രിമോണി കാണിക്കാമെന്ന്. എൻ്റെ ദൈവം, എന്തൊക്കെ നമ്മൾ കാണണം. നടക്കട്ടെ. ഇവിടെ വീഡിയോ പിടിക്കുന്നുണ്ട്, ഫോട്ടോ പിടിക്കുന്നുണ്ടെന്ന് കണ്ടോ കൊച്ചിനെ എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അയ്യോ, കൊച്ചിൻ്റെ വിചാരം കൊച്ചു ഭാവിയിലൊരു സിനിമാ നടിയോ മോഡലോ ആകുമെന്നുള്ള മട്ടിലാണ്. അയ്യോ, ഞങ്ങളുടെ സന്തോഷത്തിന് അതിരില്ല. ഞങ്ങൾ സിസ്റ്റേഴ്സ് എല്ലാവരും ഒന്നിച്ചു കൂടിയ ഒരു സമയമാണ്. അത് വർണ്ണിക്കണമെങ്കിൽ ഇനി ഇത് ഒരു മണിക്കൂറൊന്നും പോരാ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കിടക്കണ്ട കേട്ടോ. ഇത് കണ്ടോ, എൻ്റേതും ഫോട്ടോ പിടിച്ചു. ഞാനും ഭയങ്കരമായിട്ടും പൈസ ബ്യൂട്ടി പാർലറിൽ ചിലവാക്കിയതാണെന്നാണ് പറയുന്നത്. എന്താ ചെയ്യുക അല്ലേ? ഈ ഫോട്ടോക്കാരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ തെണ്ടിപ്പോയനെ അല്ലേ? കണ്ടോ, വീട്ടിലെങ്ങും ഇടയില്ലാഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് കുഞ്ഞു വർത്താനം പറഞ്ഞ് ചിരിച്ച് ഇരിക്കുകയാണ്. എൻ്റെ കർത്താവേ, ഇവരെ കൊണ്ടൊക്കെ തോറ്റെന്നല്ലാതെ പിന്നെ എന്താ പറയുന്നത്? വീണ്ടും കഥാനായകന്മാരെത്തി. ഞങ്ങളാണ് ഇതിൻ്റെ പരമപ്രധാന കണ്ണി എന്നുള്ള മട്ടിലാണ്. ഇതൊക്കെ ചുമ്മാ സമയം കൊല്ലികളല്ലേ. ഒരു തീറ്റ കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുമെന്ന് നോക്കാം. ഉണ്ടല്ലോ, അതും കയ്യിലെടുത്തുകൊണ്ട് വേഗം സ്ഥലം വിട്ടോ. കുഞ്ഞൊരു മെഴുകുതിരി ആണെങ്കിൽ പോലും നമുക്ക് കത്തിച്ച് വെക്കാമല്ലോ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അടുത്ത സദ്യ എവിടെയാണ് നടക്കുന്നതെന്ന് ഞാൻ നോക്കാൻ പോവാം കേട്ടോ. അവധി തീരുന്നതിന് മുമ്പ് ഒരു 10 സദ്യ കൊണ്ടുവരണം.